നമസ്കാരം. ഇന്ന് വെട്ടുപാറയിലെ UP സ്കൂളിലെ ഒരു ഇഫ്താർ മീറ്റിന് വന്നപ്പോഴാണ് മതസൗഹാർദ്ദത്തെ ഊട്ടിയുറക്കുന്ന ഒരു കാഴ്ച ഇന്ന് കാണാൻ കഴിഞ്ഞത്. വെട്ടുപാറ UP സ്കൂളിലെ ടിൻസുകളായിട്ടുള്ള അദ്രിജയും അഗ്രജും ഇവിടെ നോമ്പെടുക്കുന്നുണ്ട്. അദ്രിജ 10 നോമ്പ് എടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അഗ്രജും 7-8 നോമ്പ് എടുത്തു കഴിഞ്ഞു. പൂർണ്ണമായും വീട്ടുകാരുടെ ഒരു സഹകരണത്തോടെ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണയോടുകൂടി ഈ ഒരു പുണ്യപ്രവൃത്തിയിലേക്ക് ഒരു പുണ്യപ്രവൃത്തിയായി കണ്ടുകൊണ്ടാണ് ഈ പിഞ്ചു കുട്ടികൾ ഈ നോമ്പ് നോറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരും അവരെക്കുറിച്ചും നമുക്ക് എന്താണ് അവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് എത്തിയത് എന്ന് ചോദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു റിപ്പോർട്ടിങ്ങിന്റെ ഉദ്ദേശം. എന്താണ് മോളിങ്ങനെ നോമ്പെടുക്കുന്നതായിട്ട് കണ്ടു, എന്താണ് ഇതിന്റെ ഒരു കാരണം? മക്കളൊരു താല്പര്യത്തിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത്. മക്കള് ഫ്രണ്ട്സ് പറയുന്നത് നോമ്പെടുത്താൽ ദൈവത്തിന്റെ അടുത്തുനിന്ന് നല്ലൊരു പുണ്യകർമ്മമാണ് എന്നുള്ളതാണ്. ആ വിശ്വാസത്തിലാണ് മക്കൾ ഇപ്പൊ 10 നോമ്പെടുത്തു. മോനിപ്പം 8 എടുത്തിട്ടുണ്ട്. മോള് തന്നെ രാവിലെ എണീച്ച് എല്ലാതും മോള് തന്നെ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ഒരു പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകുന്നുണ്ട്. വീട്ടില് അമ്മൂമ്മ നോമ്പ് അച്ഛമ്മ നോമ്പ് നോൽക്കലുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ നോമ്പ് നോൽക്കുന്ന മക്കളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതില് കൂടുതൽ താല്പര്യം നോമ്പ് നോൽക്കാൻ തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നോമ്പെടുക്കുമ്പോണ്ടാവുന്ന ഒരു ക്ഷീണത്തിനൊക്കെ അവളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? സാധാരണ നമ്മള് വൈകുന്നേരത്തെ എല്ലാരും ഒരുക്കണ പോലെ തന്നെ നല്ല നോമ്പ് തുറ, നല്ല ഫുഡും ജ്യൂസും എല്ലാം ഒക്കെ ഞങ്ങൾ പ്രത്യേകം ഒരുക്കലുണ്ട്. നല്ലത് കുഴപ്പമില്ല, നല്ല എനർജറ്റിക് ആണ് ആള്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് അശ്വിനിയാണ്. 3 മക്കൾ, ഇവര് ട്വിൻസ് ആണ്. ഇവർക്കാണ് നോമ്പ് നോക്കുന്നതിൽ കൂടുതൽ താല്പര്യം. മൂത്താള് 7-ലാണ്. പിന്നെ നോമ്പെടുക്കലൊന്നുമില്ല. കുട്ടികളുടെ അച്ഛൻ ഫർണിച്ചറാണ്. ആള് ഇവിടെ നാട്ടിലുണ്ട്. മോളെ, എന്താണ് മോള് നോമ്പ് നോക്കാണ്ടായ കാരണം എന്താണ്? ഫ്രണ്ട്സ് നോമ്പ് വെച്ചാല് നല്ല ദൈവത്തിന്റെ അടുത്ത് പുണ്യം കിട്ടും. അത് കേട്ടപ്പോ മോൾക്ക് ആ ഒരു പുണ്യം കിട്ടാൻ വേണ്ടിട്ട് നോമ്പ് നിൽക്കാൻ. നോമ്പ് എടുക്കുമ്പോണ്ടാവുന്ന ഒരു ക്ഷീണൊക്കെ എങ്ങനെ? ക്ഷീണുണ്ടോ? നോമ്പ് ബുദ്ധിമുട്ടാണോ? ഫസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മാറി. മോള് നോമ്പ് തുറക്കുന്ന ഒരു സമയത്തൊക്കെ വീട്ടിൽ നിന്ന് എല്ലാരും അല്ലെങ്കിൽ പുലർച്ചെ എണീക്കുന്ന സമയത്തൊക്കെ ആരൊക്കെ നമുക്ക് എന്താണ് സൗകര്യം ചെയ്തു തരല്? വീട്ടിൽ നിന്ന് അമ്മ ചെയ്തുതരും. എന്തൊക്കെ ഭക്ഷണമാണ് പുലർച്ചെ ഒരുക്കി തരല്? ചോറുണ്ടാക്കി തരും, പിന്നെ ദോശ. നോമ്പ് തുറക്കുന്ന സമയത്തോ? പത്തിരി, ചിക്കൻ കറി, പൊറാട്ട, ജ്യൂസ്, സ്നാക്സ് ഒക്കെ എല്ലാം ഉണ്ടാക്കി തരും. വീട്ടുകാരുടെ നല്ലൊരു പിന്തുണയും കൂടി ഇതിലുണ്ട് അല്ലേ? അതുകൊണ്ടാണ് മോക്ക് നോമ്പ് നോൽക്കാൻ കഴിയുന്നത്. ഓക്കെ, അഗ്രജി എത്ര നോമ്പെടുത്തു? 8 നോമ്പെടുത്തു. നോമ്പെടുത്തപ്പോഴുള്ള ഒരു അനുഭവം എന്താണ്? എല്ലാരും എടുത്തപ്പോ അഗ്രജി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. നോമ്പെടുത്തൊരു ക്ഷീണുണ്ടോ? ഉണ്ട്. ഇന്ന് നോമ്പുണ്ടോ? മൂത്തൊരു ക്ഷീണം ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഒരു മറ്റു കുട്ടികളോടൊക്കെ എന്താ പറയാ ഇങ്ങനെ ഒരു നോമ്പെടുക്കണ സമയത്ത്? ഇനിയുള്ള നോമ്പെടുക്കണം എന്നുണ്ടോ? എടുക്കണമെന്നുണ്ട്. പൂർത്തിയാക്കും. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംസാരത്തിലെ പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞാണ് ഇവർ തുടങ്ങിയതെങ്കിൽ പോലും ഇതൊരു വലിയ സൗഹാർദ്ദത്തിന്റെ ഒരു മാതൃക തീർക്കുകയാണ്. ഇന്ന് സ്കൂളിലും അതോടൊപ്പം തന്നെ വീട്ടിലുമൊക്കെ ഈ കുട്ടികളുടെ ഇഫ്താർ ഒരു ചർച്ചാ വിഷയമാണ്. അടുത്തതായി നമ്മോട് ഒപ്പം ചേരുകയാണ് സ്കൂളിന്റെ HM സുരേഷ് കുമാർ സാർ. കുട്ടികളുടെ ഈ ഒരു സൗഹാർദ്ദം പൂത്തുലയുന്ന ഒരു കാഴ്ച കൂടിയാണ് കുട്ടികളുടെ ഇഫ്താർ. വീട്ടുകാരും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? മക്കളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരു ടിൻസാണ്. വന്ന് ചേർന്നപ്പോ തന്നെ വളരെ ആക്റ്റീവാണ് എല്ലാ പ്രവർത്തനങ്ങളിലും. എന്ന് പറഞ്ഞാല് ജൂൺ മാസം മുതൽ പഠന കാര്യങ്ങളില്, സ്കൂൾ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളില്, കലാകായിക പരിപാടികളിലും പഠന പ്രവർത്തനത്തിലും ഒക്കെ ആക്റ്റീവാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് അവരെന്ന് പറഞ്ഞാല് ഈ വ്രതകാലത്ത് ഒരാൾ 10 നോമ്പെടുത്തിട്ടുണ്ട്, ഒരാൾ 5 നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോഴും നോമ്പാണെന്ന് ഒരു നോമ്പിലാണ്. ഇന്ന് സ്കൂളിൻ്റെ നോമ്പ് നടത്തുമ്പോൾ അതിലും നോമ്പിലാണ്. അപ്പോൾ ആ മക്കൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നല്ല മക്കളാണ്, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ ഒരു നോമ്പ് തുറയിൽ ഏറ്റവും സന്തോഷവും രസകരവുമാകുന്നത് ഈ കുട്ടികൾക്കുള്ള ഒരു നോമ്പ് തുറ തന്നെയാണ്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.